എനിക്കൊരു ജോർ ബാർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ടു ജോബാർ സ്റ്റോറി. അപ്പൊ ഇന്ന് ശരിക്കും ഒരു ജോർ ബാർ എപ്പിസോഡ് തന്നെയാണ്. കാരണം നമ്മളിപ്പോ പോകുന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് വടക്കഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർ വരെ ഇപ്പോ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് ഭയങ്കര ജോർ ബാർ ആയിട്ട് പോകുന്ന ഒരു റൂട്ടാണ്. നമ്മളിപ്പോ കറന്റ്ലി പോകുന്നതാണ് വടക്കഞ്ചേരി ഫ്ലൈ ഓവർ. ഇടിലനാണ്. അതായത് ഇത് ഒരു 10 വർഷത്തിൽ താഴെ ആയുള്ളൂ ആക്കിയിട്ട് അല്ലെ. അതിന്റെ ഇടയിൽ ഒരു 100 പ്രാവശ്യത്തിന്റെ മുകളില് കുത്തിപ്പൊളിച്ച ഒരു ഫ്ലൈ ഓവർ ആണ് ഇത്. നാഷണൽ ഹൈവേ ആണ്. പാലക്കാട് തൃശ്ശൂർ റൂട്ടിലാണ് അത്. വാളയാറിന്ന് തുടങ്ങുന്ന റോഡ് അവിടെ മണ്ണൂത്തി അങ്കമാലി അങ്ങനെ പോകുന്നത്. പിന്നെ മണ്ണൂത്തി മുതൽ അങ്കമാലി വരെ ഉള്ളത് പറയാൻ മാത്രം ധൈര്യം എനിക്കില്ല. ഓക്കെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതില് വണ്ടി ഓടിച്ചു പോകുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോ വിഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. വേറൊന്നും കൊണ്ടല്ല, ഒരു പരിപാടിക്ക് നമ്മളെ സമയത്തിന് എത്താൻ പറ്റൂല. ബെസ്റ്റ് എക്സാമ്പിള് എൻ്റെ അമ്മയമ്മ, ഇവളുടെ അമ്മയുടെ ഒരു റിലേറ്റീവ് മരിച്ചിട്ട് ഇവര് തൊടുപുഴ പോവാ. രാവിലെ 7 മണിക്ക് തൃശ്ശൂരിന്ന് സൂപ്പർ ഫാസ്റ്റിൽ കയറ്റി വിട്ടിയാണ്. നോർമലി 3.5 മണിക്കൂർ 4 മണിക്കൂർ എടുക്കുന്നതാണ്. 2:45 പാലയിൽ. അവിടെ അമ്മ എത്തുന്ന സമയം ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അമ്മയ്ക്ക് പോയ ഉദ്ദേശം നടക്കൂല. ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഉച്ചക്ക് ഓൾമോസ്റ്റ് 12 മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ ഓൺലൈൻ ചാനലിലും അല്ലെ മീഡിയയിലൊക്കെ ഒരു ന്യൂസ് കണ്ടു. തൃശ്ശൂർ ഒരു വ്യവസായി, പുള്ളിക്കാരന്റെ ഫാദറിലോ മദറിലോ എനിക്ക് ഓർമ്മയില്ല, മരിച്ചുപോയി. പേരാമ്പ്രയാണ്. എന്റെ പുള്ളിക്കാരൻ തൃശ്ശൂരിന്ന് ടോളും എടുത്ത് പോയി. ഫ്യൂണറലിന് എത്താൻ പറ്റിയില്ല. എന്നിട്ട് തിരിച്ചു വന്ന സമയത്ത് പുള്ളിക്കാരൻ ടോളില് എടുത്തിട്ട് ഒരു ലൈൻ ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞു, എന്നെ അറസ്റ്റ് ചെയ്തോ, ഞാൻ ടോള് തരൂല, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടത് എന്താണെന്നറിയോ, ആ പാലിയക്കര ടോൾ പ്ലാസയിൽ ഒരാൾ പോയിട്ട് എന്ത് മര്യാദയിലാണ് വർത്താനം പറയുന്നത് അറിയോ. ബിക്കോസ് അയാളൊരു ബിസിനസ് മാൻ ആണ്. ഓക്കെ, മര്യാദയില്ല സർ, അതാണ്. ഒരു മിനിറ്റ്, ഞാനൊരു സാധനം കാണിച്ചു തരാവേ. ഇതാണ് നമ്മൾ കാണിച്ചു തരാൻ ഞാൻ ഉദ്ദേശിച്ചൊരു സാധനം. അതായത് വടക്കഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂരേക്ക് കാറിന് 1 സൈഡ് പോകണമെന്നുണ്ടെങ്കിൽ 115 റുപ്പീസും 2 സൈഡ് പോകണമെന്നുണ്ടെങ്കിൽ 170. അതേപോലെ ലോറിയും ബസ്സും ട്രക്കൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കാറാണല്ലോ, അപ്പൊ കാറാണല്ലോ നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇനി നമ്മൾ നേരെ ടോളിലേക്കാണ് പോകുന്നത്. അപ്പൊ ടോളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് ഈ പന്നിയങ്കര ടോൾ പ്ലാസ പോലെ തന്നെയാണ് പാലിയക്കരയും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ പുള്ളിക്കാരനോട് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് എന്ത് മാന്യതയോടെയാണ് വർത്താനം പറയുന്നുണ്ടായ അറിയോ. ഞാൻ ഒരുപാട് ഇൻസിഡൻസ് മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇൻസിഡൻസ് പാലിക്കരയില് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഗുണ്ടകളെ പോലെയാണ്, തെറിവിളിയാണ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാനാണ് മിനിയാന്ന് അതേപോലെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് കുറെ ആൾക്കാർ വരും, അച്ഛനെയും അമ്മേനെയും എല്ലാം അവിടുന്ന് തെറി വിളിക്കുന്നതാണ്. ഓക്കെ, ഇത് പുള്ളിക്കാരൻ ബിസിനസ്മാൻ ആയതുകൊണ്ട്, പുള്ളിക്കാരൻ അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ടായിരിക്കും ആ ഒരു മര്യാദ. അത് എല്ലാവരോടൊന്നുമില്ല. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ടോൾ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാ മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ടാവും. ഞങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഇടാന്ന് വിചാരിച്ചിട്ടാ, വേറൊന്നും കൊണ്ടല്ല. ഞാൻ തൃശ്ശൂർ പോകേണ്ടി വന്നു. ഞാൻ മിനിയാന്ന് വ്യാഴാഴ്ച, ഞാൻ വീക്ക് ഡേ ആണ് നോർമലി എപ്പോഴും ആവശ്യത്തിന് പോകേണ്ടി വരിക. ഇന്ന് സൺഡേ ആണ്. ഞാൻ 4 മണിക്കൂർ വരെ ക്യൂല്, അതായത് ബ്ലോക്കിൽ കിടന്ന ദിവസം ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിയാന്ന് പെരുമഴ, ടാർ ചെയ്യുന്നു. റോഡ് ടാർ ചെയ്യുന്നു. പുതിയ ടെക്നോളജി ആയിരിക്കും, നമുക്കറിയില്ല. പക്ഷെ ഭയങ്കര കോമഡി ട്ടോ, ഭയങ്കര കോമഡി. കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്, ഇവര് അവിടെ നിന്ന് ചെളിയെടുത്ത് അപ്പുറം ഇടുന്നു, അപ്പുറത്തെ കുഴി നിറയ്ക്കുന്നു. അപ്പൊ വീണ്ടും മഴയത്ത് അത് ഫുൾ ചെളിയാവുന്നു. അപ്പൊ ആ ചെളി എടുത്തിട്ട് അപ്പുറത്തേക്ക് ഞാൻ സർവീസ് റോഡിന്റെ കാര്യമല്ല പറഞ്ഞത്, മെയിൻ റോഡിൽ ടാർ ചെയ്യുന്നത് കണ്ടില്ലായിരുന്നു. അതും കണ്ടു, അതും കോമഡിയാണ്. ഇത് ആക്ച്വലി ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായാലും മെയ്, ജൂൺ, ജൂലൈ ഒക്കെ, മെയ് അവസാനം തൊട്ടിട്ട് മഴ വരും എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ അതിനു മുന്നേ
ഇവർക്ക് ഈ റോഡൊക്കെ ഒന്ന് ടാർ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി വെച്ചേക്കും. ഒന്നല്ലേലും ഈ അതർ സ്റ്റേറ്റിനെ കണക്ട് ചെയ്യുന്ന ഒരു റോഡല്ലേ. ഇവിടെ അടുത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ പറയട്ടാ, നമ്മള് ബാംഗ്ലൂർ പോകുന്ന വഴിയില് നമ്മള് ഈ നാഷണൽ ഹൈവേയുടെ ഈ പണിയെടുക്കുന്നതും ഫ്ലൈ ഓവർ പണിയുന്നതൊക്കെ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ നേരെ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ സർവീസ് റോഡിലെ വിടുകയാണ് ചെയ്യുക. ഇവര് പണിയെടുക്കുമ്പോ നമ്മൾ വടക്കഞ്ചേരിന്ന് പോകുമ്പോ നമുക്ക് ഫസ്റ്റ് ഇവര് ഫ്ലൈ ഓവർ പണിയാൻ വേണ്ടി ഇപ്പൊ കുത്തിപ്പൊളിച്ച സ്ഥലത്തിന്റെ പേരാണ് വാണിയമ്പാറ. വാണിയമ്പാറയിലെ കോമഡി എന്താണെന്നറിയോ? സർവീസ് റോഡില്ല. സർവീസ് റോഡ് ഇല്ലാതെ ഇവര് മെയിൻ റോഡില് ഹൈവേ പണിയാൻ വേണ്ടി കുത്തിപ്പൊളിച്ചു. ഈ വണ്ടി ഏതിലേ പോവും? ഇപ്പൊ കാണിച്ചുതരാം. അത് കോമഡിയാണ്, ഫുൾ കോമഡിയാണ് ഇവിടെ. അതായത് വാണിയമ്പാറ ചെറിയൊരു ഇതേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തെല്ലാണ് എന്റെ പൊന്നോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഡൗട്ട്, നമുക്ക് എന്താ പറഞ്ഞ ഫ്ലൈ ഓവർ ഒക്കെ നല്ലതാണ്. അപ്പൊ ഒരു ഫ്ലൈ ഓവർ ഒരു സ്ഥലത്ത് പണിത് തീർത്തതിന് ശേഷം അടുത്ത സ്ഥലത്തെ ഫ്ലൈ ഓവർ പണിതാ പോരെ? അങ്ങനെയാകുമ്പോ ഫുൾ വർക്ക് ഫോഴ്സ് അവിടെ തന്നെ യൂസ് ചെയ്തിട്ട് അത് വേഗം പണി തീർത്തിട്ട് അടുത്ത സ്ഥലം ചെയ്യാം. ഒരു സ്ഥലത്ത് ബ്ലോക്ക് കടന്നാൽ മതി നമുക്ക്. ഈ മണ്ണൂത്തി വടക്കഞ്ചേരി റോഡില്ലേ ഉണ്ടാക്കിയിട്ട് എത്ര കൊല്ലായി? അതായത് ഒരു 5 കൊല്ലം മുമ്പേ എങ്ങാനാണ് നമ്മളെ പിണറായി വിജയൻ സഖാവിനോട് ന്യൂയോർക്കിന്ന് ഏതോ ഒരു ഫാമിലി, ഒരാളും അയാളുടെ ഡിഗ്രി പഠിക്കുന്ന മോനും വന്നിട്ട് പറഞ്ഞത് എന്തെന്ന്, ന്യൂയോർക്ക് പോലെയുള്ള റോഡായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആ മോനില്ലേ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി ചെയ്തിട്ട് ന്യൂയോർക്ക് തന്നെ നിൽക്കുന്നുണ്ടാവും. അതിന് ശേഷം ഈ വഴി വന്നിട്ടുണ്ടാവില്ല. കാരണം ഇത് വേറെ എവിടെയും പറഞ്ഞല്ല, നിയമസഭയില് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞാണ്. അങ്ങനെ പറയുമ്പോ ഇവിടെ ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? റോഡ് പൊട്ടുമ്പോല്ലേ നമ്മൾ ആരെ കുറ്റം പറയും? അതായത് നല്ല റോഡ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോ മറ്റേ ആളാണ് റോഡിന്റെ കാര്യം നോക്കുന്നത്, മറ്റേ ആള് പറയും ഇന്ന ആളാണ് റോഡിന്റെ കാര്യം നോക്കുന്നത്. ഇപ്പൊ ഹൈവേ മലപ്പുറം ഈ സ്ട്രെച്ച് വന്നില്ലേ, എത്ര നല്ല ഡ്രോൺ വിഷ്വൽസ് ആയിരുന്നു വന്നത്. നമ്മുടെ മന്ത്രിമാരിട്ടു. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേശദ്രോഹിയും രാജ്യദ്രോഹിയും എല്ലാം ആയിട്ട് മാറും. മന്ത്രിമാരിട്ടു, എല്ലാം ഇട്ടു. റോഡ് അന്നരപ്പാട് ഇടിഞ്ഞു പൊളിഞ്ഞു. പൊളിയുമ്പോ ഈ ഇട്ടവര് പറയണ്ടേ എന്തെന്ന്, ഞാൻ ഇട്ടു, അത് നമ്മളെ റോഡ്, നമ്മളെ വികസനം, അത് ഇത്. പൊളിയുമ്പോഴും അത് അംഗീകരിക്കണം ആൾക്കാര്, അല്ലെങ്കിൽ അതിനുള്ള ബദൽ മാർഗം ഉണ്ടാക്കണം. ഇത് പൊളിയുമ്പോ മറ്റവന്റെ റോഡ്, ഉണ്ടാക്കുമ്പോ നമ്മുടെ റോഡ്. എനിക്കിപ്പോഴും അറിയില്ല ഈ റോഡിന് ഞാൻ ആരോടാണ് കംപ്ലൈന്റ് പറയേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പൊ നമ്മുടെ കേരളം ഭരിക്കുന്ന മന്ത്രിസഭയുണ്ടല്ലോ, ഞാൻ പാർട്ടിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല, മന്ത്രിസഭയുണ്ടല്ലോ, അവര് ഈ റോഡിന് ഭയങ്കര പബ്ലിസിറ്റി കൊടുത്തു. എന്ത് ഹൈവേ കേരളം വികസിക്കുന്നു, ഹൈവേ വികസിക്കുന്നു എല്ലാം പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ ഈ പൊളിയുമ്പോ അവരോടല്ലേ കംപ്ലൈന്റ് പറയാ? അപ്പൊ അവര് പറയുന്നത് എന്താ, നമ്മളല്ല ഹൈവേ, പോട്ടെ അടുത്തത് കേന്ദ്രം ആണ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAID ആണ് റോഡ്സ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കേന്ദ്രമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് തൃശ്ശൂര് ഇപ്പൊ ഒരു കേന്ദ്രമന്ത്രി ഉണ്ട്. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആൾക്കാർ അനുഭവിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് അങ്കമാലി വരെയാണ്. വണ്ടി എന്ന് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയുന്ന എത്രയോ പേരിപ്പോ ഉണ്ടല്ലോ, തിങ്കളാഴ്ചയൊക്കെ ജോലിക്ക് പോകുമ്പോ തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് എറണാകുളം പോകുന്നവരുണ്ട്. അതെ, ട്രെയിൻ നമ്മളാണെങ്കിലും നാട്ടിൽ പോയത് ഈ പ്രാവശ്യം അങ്ങനെ ട്രെയിൻ കയറിയിട്ടാ പോയത്. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷത്തിന്റെ ഉള്ളിലില്ലേ, ഞാൻ ഇന്ന് വരെ എന്റെ വണ്ടി ഓടിക്കാതെ, എനിക്ക് വണ്ടി ഓടിക്കുന്ന അത്ര ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാ സ്ഥലത്തും വണ്ടി ഓടിച്ചു പോകുന്നത്. ഒരു മിനിറ്റ് തിരികെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാണിയം പാറാട്ടാ. ഇതാണ് ഹൈവേ സൈഡ് കണ്ടോ, ഇതെല്ലാം കാണിച്ചു കൊടുക്ക്. ഇതാ ഇവിടെയാണ് ഫ്ലൈ ഓവർ കെട്ടുന്നത്. സർവീസ് റോഡില്ല ഇവിടെ, 6 ലൈൻ ഹൈവേ ആണ്. അപ്പൊ 3 ലൈനാണ് ഈ കാണുന്നത്. അതിന്റെ ഈ സർവീസ് റോഡിന്റെ സ്ഥലം കണ്ട, ഇത് കാണിച്ചു കൊടുക്കേ. അതാ കാണുന്നുണ്ട് സർവീസ് റോഡ്. ഇവിടെ സർവീസ് റോഡ് കാണുവേ, നല്ല കോമഡിയാണ്. ഈ സർവീസ് റോഡിന്റെ പണി ഇവര് തീർക്കാതെ കണ്ട. ഇപ്പൊ സർവീസ് റോഡ് പണിയുമ്പോ എങ്ങനെ, ഹൈവേയിലെ ഒരു ലൈനും കൂടെ ക്ലോസ് ചെയ്തിട്ടാണ് ഇവര് സർവീസ് റോഡ് പണിയുന്നത്. ഹൈവേയുടെ ഒരു ലൈനും കൂടെ ക്ലോസ് ചെയ്തിട്ടാണ് അവര് സർവീസ് റോഡ് അവിടെ പണിയുന്നത്. ഇവിടെ സർവീസ് റോഡ് ഇല്ലാതെ ഇവരവിടെ സ്ട്രെയിറ്റ് കണ്ട, അവര് ഫ്ലൈ ഓവർ പണിയാൻ ഇവിടെ ആര് ഇവർക്ക് പെർമിഷൻ കൊടുക്കുക?
ഒരു അവിടെ പണിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വിടണ്ടേ? ഇതിപ്പോ ഈ 2 കോല് ആക്കിയിട്ട് 5 മാസമായി. എന്ത് കാര്യം? ഈ കോല്, ഞാൻ കോല് എന്നേ പറയൂട്ടോ, ഞാൻ പില്ലർന്നൊന്നും പറയൂല, എനിക്കിത് കോല് തന്നെയാണ്. ഈ കോല് ഇവിടെ ആക്കാൻ വേണ്ടിട്ട് എത്ര ബ്ലോക്ക് ആക്കുക, എത്ര ദിവസം ഇവിടെ കിടന്നിട്ട് അറിയാം ഇവര് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട്. എന്നിട്ട് ഇതും പ്രോപ്പർ സർവീസ് റോഡല്ലാട്ടാ, ഇത് ആ സമയം മണ്ണിട്ടിട്ട് അവര് പോവാൻ വേണ്ടി ആക്കിയതാണ്. അപ്പൊ ഒരു പ്രോപ്പർ സർവീസ് റോഡ് ഇല്ലാതെ ഈ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഇവിടെ പണിയെടുക്കുക? ഇപ്പൊ ഇത് കണ്ടോ, ഇവിടുന്ന് ഇവര് കട്ട് ചെയ്യിപ്പിക്കും. കാരണം എന്താന്ന് വെച്ചാല് ഇതിന്റെ അപ്പുറം സർവീസ് റോഡില്ല. ഇപ്പൊ നേരെ പോയാലും ഞാൻ ആ കുണ്ടിലാന്ന്. ഇവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് പിന്നെ മെയിൻ റോഡിലേക്കൊക്കെ കേറുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോകത്തിന്റെ അപ്പുറമാണ്. ഇതണ്ടാ, ഇപ്പോഴാണ് അവർക്ക് ബോധോദയം വന്നിട്ട് ഇതാക്കുന്നത്. കണ്ടാ, ഈ സൈഡിലൊക്കെ നോക്ക്, കാണിച്ചു കൊടുക്ക്. കണ്ടാ, ഇവിടെ സർവീസ് റോഡ് ഈ മണ്ണ് കുളം പോലെ കിടപ്പുണ്ട്. ഇതാക്കിയിട്ട് വേണം ഇവരിനി ഫ്ലൈ ഓവർ പണിയാൻ. ഇത് കണ്ടാ സർവീസ് റോഡിന്റെ അവസ്ഥ കാണും. അപ്പോ പറഞ്ഞു വരുന്നത്, നമ്മൾ ആരോട് കംപ്ലൈന്റ് പറയും? കാരണം നമ്മുടെ മന്ത്രിമാരൊക്കെ പറയുന്നു അവരാണ് നാഷണൽ ഹൈവേ വികസിപ്പിക്കാൻ കാരണം. ഓക്കെ, ആ പൊളിഞ്ഞു കഴിഞ്ഞാല് ഒരനക്കൂല, ഒന്നുമില്ല. മഴക്കാലത്തിന് ഇനിയിപ്പോ കണ്ടോ, ഇനിയിപ്പോ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ ഇതൊക്കെ ചിലപ്പോ ഒന്ന് റീടാർ ചെയ്യുമായിരിക്കും. കഴിഞ്ഞ വർഷം റീടാർ ഒന്നും ചെയ്തില്ല, ഫുൾ പാച്ച് വർക്കായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ വർഷം ചെയ്ത പാച്ച് വർക്കാണ്. അത് റോഡ് കാണുമ്പോൾ അറിയാം, ഇത് എവിടെയൊന്നും ലൈൻ ഇല്ല. കണ്ടാ, ഇത് എവിടെ ലൈൻ വന്നു, ഇനി ഇച്ചിരി കഴിയുമ്പോൾ ലൈൻ പോവും. അത് ഫുൾ പാച്ച് വർക്കാണ്. ഈ പാച്ച് വർക്കാണ് വീണ്ടും ഈ കൊല്ലം വീണ്ടും പൊട്ടിയത്. ഓക്കെ, ടോള് കൊടുത്തിട്ട് പോകുന്ന റോഡായോണ്ടാണ് ഈ പറയുന്നതൊക്കെ. ആരോട് കംപ്ലൈന്റ് പറയും? ഒരു സാധാരണക്കാരൻ, അതായത് വലിയ ബിസിനസ്മാനോ അങ്ങനെയൊന്നും അല്ലാത്ത ഒരു സാധാരണക്കാരൻ ഈ 35 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് 115 ഉറുപ്യ വൺ സൈഡ് ടോളും കൊടുത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട സൗകര്യമാണോ ഇത്? അതോ നമ്മളെ കേരളത്തില് നമുക്ക് ഇത്ര കിട്ടിയാൽ മതി എന്നാണോ? അതായത് എനിക്കറിയില്ല, മീഡിയക്കാര് ഇതിന് ഒരു ന്യൂസിൽ ഇടുന്നു എന്നല്ലാണ്ട് വേറെ ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ പൊളിറ്റീഷ്യൻസ് എക്സ്ട്രാ ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ടും കണ്ടിട്ടില്ല. ഇപ്പോഴും ടോൾ ബൂത്ത്സ് എല്ലാം നോക്കിയാൽ മതി, കുറച്ച് അത്യാവശ്യം ഗുണ്ട സെറ്റപ്പിലുള്ള ആൾക്കാരായില്ലത്. വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന 6 മണിക്കൂർ 7 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഈ ഏറ്റവും കൂടുതൽ ഈ റൂട്ടിലെ ബുദ്ധിമുട്ട് വരെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം തിങ്കളാഴ്ച രാവിലെ പോയി പെട്ടതാ. ഈ കുതിരാൻ ടണല് കഴിഞ്ഞ് പാടം മുതൽ ബ്ലോക്ക് ആയിരിക്കും. ഇനി അടുത്ത മുടിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ട്, എന്റെ പൊന്നോ, വണ്ടി എടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് വണ്ടിക്ക് പണി. അങ്ങനെയാണ് റോഡ്. വണ്ടിക്ക് പണി മാത്രല്ല, നമ്മളിപ്പോ പോകുന്നവര് ഒന്നെങ്കിൽ പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടാവും, പിന്നെ അല്ലെങ്കിൽ നടുവേദനയുള്ളവരുണ്ടാവും, പല പല അസുഖങ്ങളുള്ളവരുണ്ടാവും. അവർ ഈ കുലുങ്ങി തൃശ്ശൂർ ഒരു ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ ഉണ്ടല്ലോ എന്ത് പണിയാണെന്നറിയോ? ഹോസ്പിറ്റലല്ല, മീൻസ് എവിടെ പോവാണെങ്കിലും ഭയങ്കര പണിയാണ് ആ കാര്യം. ഭയങ്കര പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഏറ്റവും വലിയ കോമഡി നേരത്തെ സൂ പറഞ്ഞ പോലെയാണ്. അതായത് മഴ പെയ്യുന്ന സമയത്ത് ഈ മുടിക്കോട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ സമയം വീഡിയോ എടുത്തില്ല, എനിക്ക് ഡാഷ് ക്യാം ഫൂട്ടേജ് ഉണ്ടോ നോക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് അല്ലെങ്കിലേ ബ്ലോക്ക്, അതിന്റെ ഇടയില് ഒരു JCBയിൽ ഫുൾ മണ്ണ് കൊണ്ടുവന്നിട്ട് ഇതിന്റെ മുകളില്, ആ കുഴിയുടെ മുകളിൽ ഇടുന്ന് ഒരു റോളർ വെച്ചിട്ട് റോൾ ചെയ്യുന്നു പോകുന്നു. നാഷണൽ ഹൈവേയുടെ ഒരു 2-3 ഉദ്യോഗസ്ഥർ അത് നോക്കിയിരുന്ന് എങ്ങനെയാണ് പണി എല്ലാം നോക്കുന്നത്. ഇതാണോ പണി? ഈ മണ്ണിടുന്നതാണോ? ഞാൻ കണ്ടത് എനിക്കറിയില്ല കേട്ടോ. എല്ലാ ഫ്ലൈ ഓവർ പണിയുന്നിടത്ത് ഒരു 3-4 പേരൊക്കെ ഞാൻ കാണാറുള്ളൂ. അത് കൂടുതൽ ആൾക്കാരെ ഒന്നും ഞാൻ കാണാറില്ല പണിയെടുക്കുന്നത്. ഈ 4-5 പേര് ഈ ഫ്ലൈ ഓവർ പണിയാൻ നിന്ന് കഴിഞ്ഞാൽ എപ്പോ പണി കഴിയാനാണ്? കുതിരാൻ ടണലിന്റെ ഉള്ളിലായതുകൊണ്ടാണ് ഇരുട്ടേട്ടാ. അപ്പൊ 4-5 ദിവസം 4-5 ആൾക്കാര് പണിയുന്നതല്ല. നമ്മളിപ്പോ, ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, നമ്മളിപ്പോ ഒരു പുതിയൊരു ടാസ്ക് ഏറ്റെടുക്കുമ്പോ നമ്മൾ എപ്പോഴും അതിനൊരു എസ്റ്റിമേറ്റഡ് ടൈം ഫോർ ഡെലിവറി ETD എപ്പോഴും കൊടുക്കും. അതായത് ഒരു ഡെലിവറി ഡേറ്റ് എപ്പോഴും കൊടുക്കണം ഒരു ടാസ്ക് നമുക്ക് അസൈൻ ചെയ്ത് കിട്ടിയാല്. അപ്പൊ ഇതിനൊക്കെ ഒരു ഡെലിവറി ഡേറ്റ് ഉണ്ടോ? പിന്നെ
സമാധാനം എന്തെന്ന് പറഞ്ഞാല് ഇവർക്ക് നമ്മള് പറഞ്ഞാലോ, കാരണം എഗ്രിമെന്റ് ചെയ്യുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ, അത് പാലിക്കോ പാലിക്കാതിരിക്കോ എന്നുള്ളതായിരിക്കും. ഇതെന്ന് നമ്മുടെ കോടതി പറഞ്ഞിട്ട് ഇവര് ടോൾ ബൂത്ത് ഒഴിവാക്കുന്നില്ല, ടോൾ ഒഴിവാക്കുന്നില്ല. ഇത് പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ കൊണ്ട് പറ്റൂല. നിങ്ങൾക്ക് സമയം എടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയം അറ്റ്ലീസ്റ്റ് ഈ ടോൾ നിങ്ങളൊന്ന് നിർത്ത്. എനിക്ക് ഇപ്പോഴും അറിയാത്തൊരു കാര്യം എന്താണെന്നറിയോ, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്ന ടോൾ കൊടുക്കുന്ന സ്ഥലത്തും കൂടെ ബ്ലോക്ക് വരുമ്പോ ആകെ ഭ്രാന്ത് പിടിക്കൂലേ. ഓൾറെഡി ബ്ലോക്കിൽ കടന്നു വരുന്നു, പിന്നെ ടോൾ കൊടുക്കണം, വീണ്ടും ബ്ലോക്കിൽ കിടക്കണം. അങ്ങനെ ഇങ്ങനെ ആവുമ്പോഴത്തേനും എല്ലാവർക്കും മടുപ്പും ദേഷ്യവും ഒക്കെ വരും അവർക്ക്. പക്ഷെ എങ്ങനെ പ്രതികരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. വലിയ കാര്യമൊന്നല്ല, ഒരു കാര്യമില്ല. ഇത് കഴിഞ്ഞ മഴക്കാലത്ത് പൊട്ടിയ റോഡാ, ഹൈവേ ആണ്, ഫുൾ പാച്ച് വർക്കാണ്. കണ്ടാ മനസ്സിലാവും ആ പാച്ച് വർക്ക്. എനിക്കറിയില്ല ബാക്കി സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെ തന്നെയാണോ പണി നടക്കുന്നത്. നമ്മളിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോ ഒന്നും ഇത്രയും പ്രശ്നങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടായിരുന്നു, ബ്ലോക്ക് ഒക്കെ ഇല്ല സമയമുണ്ട് ഉണ്ട്. പക്ഷെ എന്നാലും ഇതുപോലെ റോഡ് ഇങ്ങനെ ചാടിത്തുള്ളി ഒക്കെ വരുന്ന പറയാൻ റീസൺ ഉണ്ട്. മഴ നിന്നിട്ടില്ല 3 മാസമായിട്ട് അങ്ങനെയൊക്കെ. പക്ഷെ അതിന് മുന്നേ നമുക്കറിയാലോ, ഇതൊക്കെ നടുവില് ഇത് കണ്ടറിയാം. ഇത് പാച്ച് വർക്കാണ്. ഇനി കുറച്ചു നാൾ കഴിയുമ്പോഴത്തേനും മണ്ഡലമാസം ആവും, ആൾക്കാർ കൂടുതൽ വന്നു തുടങ്ങും. അപ്പോഴും ഇതേ അവസ്ഥയാണെങ്കിൽ ഫുൾ ബ്ലോക്കും. എന്തായിരിക്കും അവസ്ഥ? ഇവിടെ എവിടെയാണ് മിനിയാന്ന് ഞാൻ മഴയത്ത് ടാർ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് എവിടെയാന്നുള്ളത് നമുക്ക് വിഷ്വൽസ് ഈ സർവീസ് റോഡിലെ പോയാണ്ടല്ലോ, സെറ്റാണ്. ഇവിടെ ഒരു കുഴിയുണ്ട്, ഇതിന്റെ താഴെ. എന്തൊരു കുഴിയാത്. നമ്മൾ വടക്കഞ്ചേരിയിൽ നിന്ന് വരുമ്പോ കിട്ടുന്ന രണ്ടാമത്തെ ഫ്ലൈ ഓവർ പണിയുടെ സ്ഥലമാണ് ഇത്. ഇവിടെയാണ് ഞാൻ ഇന്നലെ ചളിയിട്ട് അവർ റോഡ് പണിയുന്നത് കണ്ടത്. സെറ്റാണ് വർക്ക്. ഇപ്പൊ കണ്ടോ, ഇതാ ഇവിടെ മുതൽ ഇത്ര ലോറിയും എല്ലാം വരുന്നതാണ്. റോഡിന്റെ ഒക്കെ അവസ്ഥ ശോചനീയമാണ്. ചളിയിട്ട് അതേപോലെ ഉണ്ട് കേട്ടാ, സെറ്റാണ്. ഇതാ കണ്ട. ഏറ്റവും കൂടുതൽ പേടി വരുന്നത് എപ്പോഴാന്നറിയോ, ബൈക്കുകാര് പോകുമ്പോ ചളിയുണ്ടോ? അതാ പറഞ്ഞത്, ഇത് ഫുൾ ചളിയാണ്. അപ്പൊ ആ ചളിയില് കാല് ചവിട്ടാനും മേല, കുഴി എത്രയാന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ബൈക്കുകാർ പഠിച്ചു പോകുമ്പം നമുക്ക് ഭയങ്കര പേടിയാ. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും അവര് സ്ലിപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൺട്രോൾ കിട്ടില്ല, നമുക്കും കൺട്രോൾ കിട്ടില്ല. ഇതിപ്പോ ഞായറാഴ്ച ഉച്ചയ്ക്ക് ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാതെ ഇങ്ങനെ പോകാൻ പറ്റുന്നത്. തിങ്കളാഴ്ചയൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. റോഡിന്റെ അവസ്ഥയാണ് കോമഡി. വേറൊന്നും കൊണ്ടല്ല ഈ പറയുന്നത്, പൈസ കൊടുത്ത് വരുന്നതായതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതും ഈ പറയുന്ന പോലെ 100 മീറ്റർ ഒന്നും അല്ല ഇത്. ഈ സൈഡ് നോക്കി ചളി. നീ അപ്പുറത്തെ എനിക്ക് ശരിക്കും കാണിച്ചു കൊടുക്കാൻ പറ്റും. കാണുന്നുണ്ടോ? കുറേശ്ശെ കാണുന്നുണ്ടോ? ഒരു വണ്ടിയുണ്ട്. ചളിയുണ്ട. ഇതിലെയാണ് ഈ സ്കൂട്ടറുകാര് പോകുന്നത്. ജോലി ചെയ്യാൻ വേണ്ടിട്ടൊന്നും പോകുന്നതല്ല എല്ലാവരും. അവസ്ഥ ക്യാമറ കുലുങ്ങേ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡായതുകൊണ്ട് ഇവിടെ പിന്നെ സൈഡില് ഇങ്ങനെയൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ നടക്കുന്നുള്ളൂ. അതിനപ്പുറം ഇത് കൊറേ കാലായി. എന്നാ മഴക്കാലാണ്, അതിന് വേണ്ട ഒരു ഈ മഴയുള്ള സമയത്ത് കുഴിയുടെ ആഴം അറിയുന്നില്ലല്ലോ. അപ്പൊ സ്കൂട്ടർ ആണെങ്കിലും കാർ ആണെങ്കിലും പോയി ഷഡേ പടേന്നാ പറഞ്ഞു വീഴുന്നത്. ഇനിയിപ്പൊ ആദ്യ സർവീസ് ഇത് ഇത്തിരി കുത്തി പൊളിച്ചല്ലോ, ഇനി ആദ്യം പിന്നെ പോയി സർവീസ് റോഡ് പണിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കുത്തിപ്പൊളിച്ച ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായല്ലോ. ഇനിയിപ്പോ സർവീസ് റോഡ് പണിയാ. ഇനി സർവീസ് റോഡ് ആക്കേണ്ട സ്ഥലമാണ് ഇത്. അതിന്റെ മലയിലെല്ലാം എപ്പോ എന്തോ ഇവര് തുറക്കാം. ഇവിടെയാണ് കിടിലൻ. ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട്, മെയിൻ റോഡ് ഡിവിഷൻ ഉണ്ട്. ഈ കുഴിയിലെല്ലാം ഒന്നിങ്ങനെ വീണ് കഴിഞ്ഞാട്ടല്ലോ. വണ്ടി ഓടിച്ചു പോകുമ്പോല്ലേ, വണ്ടീനെ പൊന്നു പോലെ കൊണ്ടു നടക്കുന്നവർക്കല്ലേ നെഞ്ചില് NH ന്റെ അവസ്ഥയാണ് ഇത്.
ഇനി വിവാദമായ അടുത്ത സ്ഥലം മുടിക്കോട്. സെറ്റാണ്. വിവാദമായിട്ടുണ്ടായിരുന്നു. ഫുൾ ബ്ലോക്ക് അല്ലേ ഇവിടെ? അങ്ങനെ ബ്ലോക്ക് വിവാദം എന്ന് പറഞ്ഞ ബ്ലോക്ക്. ഞാനോർത്ത് അതല്ലാതെ വേറെ വല്ല പ്രശ്നം. വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ആദ്യം ഇപ്പൊ കാണേണ്ടതെന്ന് അറിയാം, ഇവിടുത്തെ ഇവരുടെ ഈ ഡൈവേർഷൻ ഒന്നും പ്രോപ്പർലി വെക്കാത്തോണ്ട് ഒരു 2 ആഴ്ചയായിട്ട് ഇവിടെ ഒരു കാറ് കിടപ്പുണ്ട് ആക്സിഡന്റ് ആയിട്ട്. ഒരു തമിഴ്നാട് വണ്ടി. അതിപ്പോ കാണിച്ചു തരാവേ. കണ്ടോ കണ്ടോ? എന്നാ മതി, ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. എല്ലാം കൊളാണ്. You know what? ന്യൂയോർക്ക്, തൃശ്ശൂർ, പാലക്കാട് റോഡൊക്കെ മാറിപ്പോയല്ലോ. ന്യൂയോർക്കിലെ റോഡുകൾ പോലെ ആയല്ലോ. എനിക്ക് നല്ല തെറി വിളിക്കും കേട്ടോ ആൾക്കാര്. അങ്ങനെയല്ല, ഞാൻ കുറ്റം പറയുന്നല്ലടോ. ഇപ്പൊ തെറി വിളിക്കും. തെറി വിളിച്ചാ കേക്കാ. പിന്നെന്തെന്ന് നമ്മ പറഞ്ഞ സത്യമല്ലേ? ഈ റോഡിന് തന്നെയല്ലേ പറഞ്ഞേ. ചെലപ്പോ ന്യൂയോർക്ക് റോഡിന്റെ സൈഡില് നല്ല കിടിലം വീടൊക്കെ വെച്ചവരുണ്ട്. അവരുടെയൊക്കെ കഷ്ടകാലം. അവര് വണ്ടി ഇറക്കണമെങ്കിൽ തന്നെ വലിയൊരു കുഴിയിലേക്ക് ഇറക്കുന്ന പോലെയുണ്ട്. ഞാനില്ലേ എക്കോ സ്പോട്ട് എടുക്കാത്തതിന് കാരണം എന്താ പറയാ, എക്കോ സ്പോട്ട് ഓൾറെഡി കഴുകി വെച്ചു. ഇത് ഞാൻ മിനിഞ്ഞാന്നൊന്ന് തൃശ്ശൂരേക്ക് വന്നായിരുന്നു. അപ്പൊ ഓൾറെഡി ഫുൾ കോളാണ് ഈ വണ്ടി. ഇതല്ല, ഇതൊക്കെ ഇപ്പൊ നിറച്ചേട്ടാ. ഇതൊക്കെ ഇപ്പൊ നിറച്ചാണ്. ഈ കഴിഞ്ഞ ദിവസം ചെളിയെടുത്ത് നിറയ്ക്കുന്നു പറഞ്ഞില്ലേ? എന്നിട്ട് ഇതാ നോക്ക്. ഇതിൽ കോമഡി അടുത്ത എന്താ പറയാ, ഇവിടെ അല്ല, ഈ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. സെറ്റപ്പാണ്. ഇവിടുന്ന് അത്ര ദൂരം നല്ല ചേട്ടാ, ഭയങ്കര നല്ല കണ്ട. പക്ഷെ ഈ പറഞ്ഞ ഇവിടെ കോലല്ല കേട്ടാ, ഇവിടെ മറ്റേ അണ്ടർപാസ് പോലെ തന്നെയാണ് അവര് വെച്ചിട്ടില്ലേ. ഇത് കഴിഞ്ഞിട്ടൊരു പോക്ക് പോകേണ്ട ഒരു സ്ഥലമുണ്ട്. ഇതൊരു പഞ്ചായത്ത്, മറ്റേത് വേറെ പഞ്ചായത്ത്, അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇത് പഞ്ചായത്തല്ലല്ലോ, നാഷണൽ റോഡ് ആയതുകൊണ്ട് സൈഡ് ഉണ്ട്. ആ ബൈക്കാരൻ പോകുന്ന നോക്കിയ ഇതേപോലെയാണ് പാവങ്ങള്. എന്റെ വിഷമം എന്താ അറിയാടി, പുതിയ വൈപ്പർ മേടിച്ചിട്ടതാണ്. 4 പ്രാവശ്യം തൃശ്ശൂർ പോയി. ഈ പറയുന്ന ഈ റോഡ് കൂടെ ചളി വൈപ്പറിൽ ലൈൻ വരാൻ തുടങ്ങി. ആ ലോറി നോക്കിയാ മതി, കാണുമോന്ന് അറിയത്തില്ല. ഇപ്പൊ കാണിച്ചു കുടുകുടൂന്ന് ചാടി 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 തുള്ളി പോകുന്നുണ്ട്. അടുത്ത പണിയെടുക്കുന്നുണ്ടാ, സെറ്റ് പണിയാണ്. അതെന്താ പണിയെടുക്കുന്ന എനിക്ക് മനസ്സിലായ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ മറ്റു സാധനം ഉണ്ട്. എന്തെന്ന് ആ വെള്ളം പോകുന്നേ, അതിന്റെ മുകളിലേക്ക് ഇവര് ഈ ചളിനെ ഇതേപോലെയാണ് കൊണ്ടിടുക. ഇതേപോലെ ആക്കുന്നതാണ് അവര്. ആ ഓടേനെ ഫ്രീ ആക്കുന്നതാണ്. ഇപ്പൊ ആ സൈഡ് കണ്ട ഫുൾ അവരിപ്പൊ എടുത്തിട്ടതായിരിക്കും. എന്ത് ശോകാണ് ഭഗവാന്. അവിടെയൊന്നും ഓട കാണുന്നു വരെയില്ല. അതുകൊണ്ട് അവര് കോൺക്രീറ്റ് മിശ്രിതം അല്ല മറ്റേ സാധനം വെച്ച് ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ ഒരു ഫാമിലി സ്കൂട്ടറിൽ വരുന്നുണ്ട്, അവര് പോകുന്നുണ്ട്. ആൻഡ് നമ്മൾ ഈ റോഡിൽ കൂടെ പോവാൻ വേണ്ടി 115 രൂപ കൊടുക്കണം. തിരിച്ചും കൂടെ വരുന്നുണ്ടെങ്കിൽ 170 രൂപ. 170 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിൽ കൂടെ പോവാം. ഇത്ര നല്ല ഭാഗ്യം നമ്മളെ മലയാളീസിനല്ലാതെ വേറെ ആയിരിക്കും കിട്ടുമോ? വേറെ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതുവരെ ആർക്കും കിട്ടുന്നതായിട്ട് എനിക്കറിയില്ല.
പൈസ കൊടുത്തിട്ടേ പൈസ കൊടുക്കാതെ കിട്ടുന്നുണ്ടോ? ആ സൈഡ് കണ്ടോ അവര് ചാടിത്തുള്ളി പോകുന്നത്? പണിക്കാരൊക്കെ പോകുന്നിട്ടില്ല. അങ്ങനെ പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വരുമ്പോഴേ 3 ദുരിതങ്ങളും നമ്മൾ പിന്നിട്ട് നമ്മൾ ഇന്ന് സൺഡേ ഉച്ചയായതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്ക് ഒന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട്, കുറച്ച് പർച്ചേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ഈ ദുരിതങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അതും കൂടെ കാണാം. ഇരുട്ടായില്ലെങ്കിൽ പക്ഷെ ഇരുട്ടായെങ്കിലും ഞാൻ എടുക്കും. ഇപ്പൊ കണ്ടില്ലേ ദേശസ്നേഹം. ഇപ്പൊ കണ്ടില്ലേ ഓടൊക്കെ ഡ്രില്ലേന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവർ ഈ പറയുന്ന പോലെ സിമെന്റും എല്ലാം കൂടിയിട്ട് കല്ലൊക്കെ കൂടിയിട്ടാണ് ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് റോൾ ചെയ്ത് വെക്കുക. അതൊരു വലിയ ലോഡ് വണ്ടി വരുമ്പോ സൈഡിലോട്ട് പോകും, എന്നിട്ട് ഈ ഓടയിൽ കയറി പിടിക്കും. അതാണ് ഇപ്പൊ ഡ്രില്ല് ചെയ്ത് കളയുന്നത്. അവസ്ഥ തന്നെ, ആരോട് പറയല്, നമ്മളെ പൈസ അല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ തൃശ്ശൂരെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആ വഴി കൂടെ തന്നെ പോവാണ്. ഏത് വഴിക്ക്? പണ്ട് ന്യൂയോർക്കിൽ ആള് പോയ വഴി, മണ്ണൂത്തിന്ന് പാലക്കാട് വരെ. ആ വഴി പോകുമ്പോ ആദ്യത്തെ ബ്ലോക്ക് ഇതാ മുമ്പില്. ബ്ലോക്കില്ല, സൺഡേ ഈവനിങ് ആണ് ആദ്യത്തെ. അതുകൊണ്ട് ഇതേപോലെയാണ്. ഇവിടെയും ഇന്നലെ ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി. ഓ കണ്ടാ, റോഡൊക്കെ കണ്ടാ, സെറ്റാണ്. മഴയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുള്ളൂ. ഭംഗി ഇച്ചിരി കുറയാ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ചു ദൂരം നല്ല റോഡ്, അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മോശം. ഇതൊക്കെ ഇന്നലെ മണ്ണിട്ടതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, മറ്റേ റോഡ് കമ്പയർ ചെയ്യുമ്പോ ഈ റോഡ് മെച്ചാ. ഏത് റോഡ്? ആ സൈഡിലെ അങ്ങോട്ട് പോകുന്ന റോഡ് കമ്പയർ ചെയ്യുമ്പോ, അങ്ങോട്ട് പോകുന്ന റോഡ് കമ്പയർ ചെയ്യുമ്പോ ഇങ്ങോട്ട് വരുന്നത് മെച്ചാ. അതും പറയണത്. പിന്നെ ഇവരുടെ പണിയണ്ടാ, ഇത്ര സൈഡിൽ നിന്ന് അവര് കുഴിച്ചിട്ട് ഇവിടെയാണ് ഒരു വണ്ടി അന്ന് താഴ്ന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ സൈഡിൽ കൂടെ പോയി. ഇതിപ്പോ ചില സ്ഥലത്ത് 2 വണ്ടി പോകേണ്ട വീതി, ചില സ്ഥലത്ത് ഒരു വണ്ടി പോലും ടൈറ്റില് പോകേണ്ട സ്ഥലം. ഉള്ളിൽ എന്ത് പുഴയോ? അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ വടക്കഞ്ചേരി ടു തൃശ്ശൂർ, തൃശ്ശൂർ ടു വടക്കഞ്ചേരി ആൾക്കാര് അനുഭവിക്കുന്ന ദുരിതം, പൈസ കൊടുത്തിട്ട് ആൾക്കാര് അനുഭവിക്കുന്ന ദുരിതം ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ആ ദുരിതം ഉള്ള റോഡിൽ കൂടെ പോയിക്കൊണ്ടാണ് നമ്മൾ വൈൻഡപ്പം പറയുന്നത്. അതാണ് കുലുങ്ങിക്കൊണ്ട്, അതാ കണ്ട കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഒന്നും ചെയ്യാനില്ല. നമ്മൾ ആരോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. കാരണം ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന കണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ശരി, ബൈ.